എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഉച്ചയ്ക്കത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുൾ മഴയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ ഈ ചാറ്റമഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പാണ് കേട്ടോ. ഇങ്ങനെ ചാറ്റമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ കണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ തനുക്കുട്ടി എണീറ്റത്. അങ്ങനെ തനൂസിനെ എടുത്ത് കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പം. അവൾ തൊട്ടിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അവളെ എടുത്ത് ഞാൻ കട്ടിലിൽ കിടത്തിയിരിക്കുക. കണ്ടോ മഴ കണ്ടോ? വലിയ മഴയായിട്ട് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് നോർമൽ ചാറ്റമഴ. അവളെ ഇങ്ങനെ കട്ടിലേക്ക് കിടത്തി. അവളാണെങ്കിൽ ഇങ്ങനെ ഫാൻ കറങ്ങുന്നതും മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ അടുത്തുള്ളപ്പോൾ മാത്രമേ അവളിങ്ങനെ കട്ടിലേക്ക് കിടത്തത്തുള്ളൂ. അവൾക്ക് ജലദോഷമൊക്കെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും അവളുടെ കൂട്ടത്തിന് ഇങ്ങനെ കയറി കിടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് അവളിങ്ങനെ ക്യാമറയിലോട്ട് നോക്കും, പിന്നെ എന്നെയും നോക്കും കേട്ടോ. അങ്ങനെ അവളുടെ അടുത്ത് കിടന്ന് ഞാൻ അവളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പറയുന്നതിനൊക്കെ അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവളെൻ്റെ താടിക്കൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അവളുടെ ഓരോ മൊമെൻറ്റ്സും ഞാനിങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവളോടൊപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഉറക്കം ശരിയായിട്ടില്ല. ചാറ്റമഴയും ചെറുതായിട്ട് കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കറണ്ട് ഇങ്ങനെ വിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം ശരിയാകുന്നില്ല കേട്ടോ. അങ്ങനെ അവളുമായിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം കട്ടിലിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവളെ എടുത്ത് മടിയിലോട്ട് ഇരുത്തി കേട്ടോ. അവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യവും വരുന്നുണ്ട് കുഞ്ഞിന് കേട്ടോ. ഞാനീ സംസാരിക്കുന്നത് അവൾക്ക് പാട്ട് പാടി കൊടുക്കുന്നതാണ്. എൻ്റെ പാട്ട് കേട്ടിട്ടും കൂടെ അവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളെ എൻ്റെ മടിയിൽ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ അവളെ പതുക്കെ കട്ടിലേക്ക് കിടത്തി കേട്ടോ. അപ്പോൾ വീണ്ടും അവൾ ഫാൻ കറങ്ങുന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവൾക്ക് പാമ്പേഴ്സൊന്നും ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. നൈറ്റ് മാത്രമേ ഞാൻ പാമ്പേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. പകൽ ഫുൾ ടൈം അവൾക്ക് ട്രൗസറുകളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇന്നിപ്പം മഴയായതുകൊണ്ടാണ് ഞാൻ പാമ്പേഴ്സ് ഇട്ടത്. അങ്ങനെ അവൾ കട്ടിലേക്ക് കിടന്ന് വീണ്ടും കളിക്കാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കണ്ണിക്കൂടി ഇങ്ങനെ വെള്ളം വരുവാണ്. അതാണ് ഞാൻ തുടച്ചു കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ കുട്ടികളെ നന്നായിട്ട് നമ്മൾ ഉറക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ അവരുടെ ബുദ്ധിയൊക്കെ വികസിക്കത്തുള്ളൂ എന്നാണ് നമ്മൾ യൂട്യൂബിൽ കുറേ ഡോക്ടേഴ്സ്മാരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കിന് അതിലൊക്കെ പറയുന്നത്. ഇവക്കാണെങ്കിൽ ഇടയ്ക്ക് ചില സമയത്ത് തീരെ ഉറക്കം കാണത്തില്ല കേട്ടോ. മിക്കപ്പോഴും കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവക്ക് തീരെ ഉറക്കം കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കറണ്ടിനും ഫാനിനും ഒക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് നേരത്തെ കളിക്കൊക്കെ ശേഷം അവൾ അങ്ങ് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ അവളെ കുളിപ്പിക്കൊക്കെ കഴിഞ്ഞ് അവളെ ഹാളിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അവൾ ഈ ചെരിഞ്ഞ് കിടന്ന് നോക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങളുടെ ഭിത്തിയിൽ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് അവൾ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ഈ ചെരിഞ്ഞ് കിടന്ന് കണ്ട ഈ ഫോട്ടോസാണ് അവൾ നോക്കുന്നത്.